സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും വരുമ്പോൾ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്ന ചില ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവയിലൊന്നാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ട. എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും ഭാരത പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാകയുയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദുവായി തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ടയ്ക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. മുഗൾ ഭരണകാലത്ത് ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ പണികഴിപ്പിച്ചതാണ് ചെങ്കോട്ട. ചുവപ്പ് കോട്ട എന്നാണ് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. ചുവന്ന കല്ലിലാണ് ഇത് പണിതുയർത്തിയിരിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി തന്നെയാണ് ചെങ്കോട്ടയുടെ പ്രധാന പ്രത്യേകത. 2.5 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയ്ക്ക് കിഴക്ക് വശത്തുകൂടെ യമുന നദി ഒഴുകുന്നു. വശ്യസുന്ദരമായ ഭംഗിയാണ് ഈ പ്രദേശത്തിനുള്ളത്. പടിഞ്ഞാറ് വശത്തുള്ള ലാഹോറി ഗേറ്റാണ് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടം. മുഗൾ ഭരണകാലത്തെ ശില്പികളുടെ കലാവൈഭവം ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാന രാജമന്ദിരങ്ങളാണ് ഇവിടെയുള്ളത്. ഒരു പ്രത്യേക ആകൃതിയിലാണ് അവയുടെ നിർമ്മിതി. പുറം ഭിത്തികളും ചുവരുമെല്ലാം ചുവന്ന മണൽക്കൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവയുടെ രൂപഭംഗിക്ക് കോട്ടം തട്ടിയിട്ടില്ല. ഈ കെട്ടിടങ്ങളുടെ അടിയിലൂടെ ഒരു നീർച്ചാലും ഒഴുകുന്നുണ്ട്. വടക്കു ഭാഗത്ത് കാണുന്ന മന്ദിരങ്ങളിൽ പലതും വെണ്ണക്കല്ലിൽ തീർത്തവയാണ്. പ്രധാന ഗേറ്റായ ലാഹോറിയുടെ 3-ാം നിലയിൽ വെച്ചാണ് പതാക ഉയർത്തുന്നത്. ഗേറ്റിന് ഇരുവശത്തും നീളത്തിൽ ചെറിയ വാണിജ്യ കേന്ദ്രങ്ങളും കാണാം.